നമ്മൾ പലതരം ജിഹാദുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ലവ് ജിഹാദ് തുടങ്ങി വഖഫിൻ്റെ ലാൻഡ് ജിഹാദ് വരെ. പക്ഷേ ഇന്ത്യയിൽ വളരെ നിശബ്ദമായി നടക്കുന്ന മറ്റൊരു ജിഹാദുണ്ട്. അത് വോട്ട് ജിഹാദാണ്. അപ്പോൾ അതിന് ഉദാഹരണമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നടന്ന വോട്ടിംഗ് പാറ്റേൺ എടുക്കുന്നുണ്ട്. 6 നിയമസഭാ മണ്ഡലങ്ങൾ, 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 4ഇടത്തും BJP വലിയ തോതിൽ ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തിനകം വോട്ട് ലീഡ് ചെയ്യുന്നു. അവസാനത്ത് ഒരു മണ്ഡലം വന്നപ്പോൾ അവിടുത്തെ വോട്ടുകൾ മുഴുവൻ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി കിട്ടുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി 3831 വോട്ടിന് ജയിക്കുന്നു. അതാണ് കണക്ക്. അത് ആ കണക്ക് സാറിൻ്റെ ഉണ്ടല്ലോ, ഒന്ന് വായിക്കാമോ? ഓരോ മണ്ഡലങ്ങളും കിട്ടിയ വോട്ട് എത്രയാണെന്നുള്ളത്. അതായത് ഇത് ധുലെ, മഹാരാഷ്ട്രയിലെ ധുലെ മണ്ഡലത്തിലാണ് ഇന്ത്യയിലുള്ളത്. അത് തന്നെയായിരിക്കും സുനിൽ പറഞ്ഞിട്ടുണ്ടാകാൻ തോന്നുന്നു. എൻ്റെ പക്കലും ഉണ്ടത്. ഞാൻ അന്ന് ആ സമയത്ത് തന്നെ കണക്കെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ഏകൈ തോ സേഫ്, അതായത് ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിത എന്ന് പറയുന്ന മുദ്രാവാക്യം ഈ മഹാരാഷ്ട്രയിൽ രൂപപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. വോട്ടിംഗ് ആണെന്ന് ഫട്നാവിസ് പറയണ്ടായി. അത് മോദിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഒരു അപരിഷ്കൃത രൂപത്തിൽ മുദ്രാവാക്യം ഉണ്ടായി ഫൈനലായിട്ട് ഏകൈ തോ സേഫ് എന്ന് വരികയാണ്. പക്ഷേ നമുക്ക് ആ പ്രേക്ഷകരോട് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 3831 വോട്ടിന് ജയിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ഓരോ മണ്ഡലത്തിലും കിട്ടിയ വോട്ടുകളൊന്നും അത് ഉദാഹരണമായിട്ട് ഫട്നാവിസ് കാണിച്ചാണ് ഈ ധുലെ മണ്ഡലം. 3800 വോട്ടിന് 3831 വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്നു. ഈ ധുലയിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഒരെണ്ണം ഒഴിച്ച് BJP ജയിച്ചു. അവിടെ ആകെ 6 മണ്ഡലങ്ങളാണ്. 6 മണ്ഡലം, 5ഇടത്തും BJPക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. എന്തു ചെയ്തു? ആ മണ്ഡലങ്ങൾ മാലേഗാവ് സെൻട്രൽ, അല്ല നമുക്ക് ആദ്യമേ മാലേഗാവ് സെൻട്രൽ അവസാനം പറയാം. ബാംറെ, ധുലെ റൂറൽ, സിൻഖേത്, മാലേഗാവ് ഔട്ടർ, ബാഗ്ലാൻ. അപ്പോൾ ഇതിനകത്ത് കണക്ക് പറയുന്നത് ധുലെ റൂറൽ, അവിടെ 1,39,721 വോട്ടുകൾ BJP കിട്ടി. കോൺഗ്രസ്സിന് കിട്ടിയത് 75,923 വോട്ടുകളാണ്. BJPയുടെ ലീഡ് 63,798. രണ്ടാമത് സിൻഖേത വന്നപ്പോൾ 1,11,849 വോട്ടുകൾ BJPക്ക് കിട്ടി. 68,424 വോട്ടുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. BJPയുടെ ലീഡ് 4,342. മലേഗോണ്ട് ഔട്ടർ 1,27,454 വോട്ട് BJPക്ക് കിട്ടി. കോൺഗ്രസ്സിന് കിട്ടിയത് 72,242. 55,212 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്തു. ധുലെ സിറ്റി എണ്ണിയപ്പോൾ 93,262 വോട്ടുകൾ BJPക്ക് കിട്ടി. 88,438 വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടി. 4,824 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതായത് 6 മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലത്തിലുള്ള. 5ഇടത്തും BJP 63,000 മുതൽ 4,824 വോട്ടുകൾക്ക് വരെ ലീഡ് ചെയ്തു. എന്നാൽ മലേഗോൺ സെൻട്രൽ എന്ന് പറയുന്ന മലേഗാവ് എന്നാണ്, മലേഗോൺ എന്നാണ് ഇംഗ്ലീഷിൽ അങ്ങനെ. മലേഗാവ് ആണ് അല്ലേ? ഞാൻ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടാണ്. ഈ മലേഗാവ് സെൻട്രൽ പക്ഷേ എണ്ണിയപ്പം ഇത് തകിടം മറിഞ്ഞു. ഒറ്റ നിയമസഭാ മണ്ഡലം. അവിടെ BJPക്ക് കിട്ടിയത് വെറും 4,542 വോട്ടുകൾ മാത്രം. അതായത് മാലേഗാവ് സെൻട്രലിൽ മാത്രം 1.94. കൃത്യം പറയാം, 1,98,869 വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടി. BJPക്ക് 4,542. അതായത് മലേഗാവ് സെൻട്രലിൽ മാത്രം കോൺഗ്രസ്സിന് കിട്ടിയ ഭൂരിപക്ഷം 1,94,327 വോട്ട്. അതായത് ഒറ്റ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് 5 മണ്ഡലങ്ങളിലെ ജനവിധി അട്ടിമറിച്ചു. ഇത് ജനാധിപത്യമല്ല, ജനഹിതമല്ല. അതെ, കാരണം മാലേഗാവ് സെൻട്രലിലെ മുസ്ലിങ്ങൾ മുഴുവൻ പോയി എൻ ബ്ലോക്കായിട്ട്. മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അതെ, ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അവരെല്ലാവരും എൻ ബ്ലോക്കായിട്ട് പോയി കോൺഗ്രസിന് വോട്ട് ചെയ്തു. പക്ഷേ 5 മണ്ഡലങ്ങൾ BJPക്കാണ്. അതെ, അതായത് അതെന്ത് ജനാധിപത്യമാണ് അല്ലേ? അതെ. അപ്പോൾ വോട്ട് ജിഹാദ് അവിടെ നടന്നു.
ഈ വോട്ട് ജിഹാദ് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫട്നാവിസ് ഇത്തവണ എല്ലായിടത്തും BJP-ക്കാരോട് പോയി ഉദ്ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പ്രശ്നം നടക്കുന്നത്, നമ്മൾ ജാഗരൂകരായിരിക്കണം, ഇങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത്തവണ ഈ നിയമസഭാ പ്രചാരണ സമയത്ത് മോദി ഈ വോട്ട് ജിഹാദ് നടന്ന ധുലയിൽ വന്നപ്പോഴാണ് ഒന്നിച്ച് നിന്നാൽ സുരക്ഷിതർ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഫട്നാവിസും യോഗിയും പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ ബാത്തേങ്കെ തോ കാത്തേങ്കെ എന്നാണ് പറഞ്ഞിരുന്നത്. രക്ഷപ്പെടും അല്ല, ബാത്തേങ്കെ തോ കാത്തേങ്കെ എന്നുള്ള മുദ്രാവാക്യം യോഗി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അദ്ദേഹം അവിടുത്തെ നിയമസഭാ പ്രചാരണത്തിൽ അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം ഡിവിഷൻ ഈസ് ഡിസ്ട്രക്ഷൻ എന്നാണ്. ഭിന്നിച്ചാൽ നശിച്ചു പോകും, ഭിന്നിച്ചാൽ നാശം, അതാണ് ബലം എന്ന്. അത് നല്ല മുദ്രാവാക്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവർ മുദ്രാവാക്യം ഇങ്ങനെ UP-യിലും ഇവിടെയും ഇങ്ങനെ പൊലിപ്പിച്ചു. ഒന്നിച്ച് നിന്നാൽ സുരക്ഷിതർ, പിന്നെ ഭിന്നിച്ച് നിന്നാൽ നാശം, 2 മുദ്രാവാക്യങ്ങൾ. ഇത് ഭയങ്കരമായിട്ട് പടർന്നിട്ടാണ് RSS സജീവമായിട്ട് രംഗത്ത് എത്തിയതെന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നും UP-യിൽ നിന്നുള്ള ഫലങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇവിടുത്തെ പത്രങ്ങളിലെ അല്ല ഞാൻ പറയുന്നത്, സത്യം പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത്. ആ മാധ്യമങ്ങളെ കള്ളം പറയുന്ന മാധ്യമങ്ങളാണെന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ 65 സംഘടനകൾ സംഘപരിവാരത്തിൻ്റെ അമ്പർലയ്ക്ക് കീഴിലുള്ള ഒന്നിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ 2 സ്ഥലത്തും, മറ്റിടത്ത് ഉപതെരഞ്ഞെടുപ്പേ ഉള്ളൂ, മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും നടന്നു. എന്നിട്ട് ഫട്നാവിസ് പറഞ്ഞു സജഗ് രഹോ എന്ന് പറഞ്ഞു, സ്റ്റേ അലർട്ട്. 3ാമത്തെ മുദ്രാവാക്യം ജാഗ്രതയോടെ ഇരിക്കുക. സജഗ് രഹോ എന്ന് പറഞ്ഞു, പ്രാപ്തി വരാൻ ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറയുന്ന ഓർമ്മിപ്പിക്കുന്നത് പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഹിന്ദുത്വ 2.0 അതിൻ്റെ ലാബായിരുന്നു മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിലാണ് ഞാൻ ഈ വിശദാംശങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി വോട്ട് ജിഹാദിൻ്റെ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മെയ്യിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വോട്ട് ജിഹാദ് എന്ന് പച്ചയ്ക്ക് ഒരു മുസ്ലിം കേന്ദ്രം പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. അത് സാൽമാൻ ഖുർഷിദിൻ്റെ അനന്തരവള് മറിയ, അത് നമ്മളിവിടെ ആ കാലത്ത് ചർച്ച ചെയ്തിരുന്നു. പ്രേക്ഷകരെന്നത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതായത് ഈ മറിയ ആലം ഖാൻ, ഖുർഷിദിൻ്റെ നീസ്, അവർ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ് ഉത്തർപ്രദേശിൽ. അവർ ഒരു പൊതുയോഗത്തിൽ നമ്മൾ ഈ മോദിയും യോഗിയൊന്നും ഇങ്ങനെ വിട്ടാൽ പോരാ, നമ്മൾ വോട്ട് ജിഹാദ് നടത്തണം, വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞിരുന്നു. ഫറൂഖാബാദ് മറ്റേ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഖുർഷിദ് ആലം ഖാനും മറിയയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു അവിടെ. അപ്പോൾ വോട്ട് ജിഹാദ് എന്നുള്ളത് ശരിക്കും ആസൂത്രണം ചെയ്ത് ഗൂഢാലോചനയോ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഈ വഖഫൊക്കെ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ. അല്ല, ഇവിടെ അങ്ങനെയാണല്ലോ. കേരളത്തിൽ പോലും നമുക്കിത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ഒരു BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വന്നാൽ അയാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യും, എന്നിട്ട് വോട്ട് ചെയ്യും. അത് വോട്ട് ജിഹാദാണ്. വോട്ട് ജിഹാദ് എന്ന് ആരും പറയുന്നില്ല, കേരളത്തിൽ ആരും പറയുന്നില്ല, BJP-ക്കാർ പോലും പറയുന്നില്ല. സത്യമാണ്, അതിനി തുറന്ന് പറയണം. അത് പറയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ മുസ്ലിം വോട്ടുകൾ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി കൺസോളിഡേറ്റ് ചെയ്താൽ അത് മതേതരമാണ്. അതേസമയം ഹിന്ദു വോട്ടുകൾ സംഘടിതമായി ആർക്കെങ്കിലും വീണാൽ അത് വർഗീയതയാണ്. ഇപ്പൊ പാലക്കാട്ട് വർഗീയത കളിച്ചു എന്നൊക്കെ പറയുന്ന UDF-ന്റെ കാര്യത്തില് ഇവിടെ തന്നെ SDPI ഒരിക്കൽ LDF-ന് വോട്ട് കൊടുക്കുന്നവർ പ്രഖ്യാപിച്ചത് ഓർക്കുന്നില്ലേ? 14 മണ്ഡലങ്ങളിലോ മറ്റോ. എന്നിട്ട് ചില മണ്ഡലങ്ങളിലൊക്കെ അവരുടേതായി 9,000 വോട്ട് 8,000 വോട്ടൊക്കെ കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ണൂർ മുതൽ ഇടുക്കി വരെ LDF-ന് SDPI അന്ന് വോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പാലക്കാട് SDPIയുടെ പോസ്റ്റർ വന്നല്ലോ, ഒരു കാരണവശാലും തൃശ്ശൂർ ആവർത്തിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ മറ്റേ അതുപോലെയുള്ള ദളിത് വോട്ടുകൾ ഒക്കെ ഒന്നിച്ചാൽ അത് മതേതര വോട്ടുകൾ എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. SDPI ഞങ്ങളുടെ വോട്ടുകൾ മുഴുവൻ LDF-ന് കൊടുക്കും
എന്ന് പ്രഖ്യാപിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അതും മതേതരമാണ്. ഹിന്ദുവിൻ്റെ വോട്ട് മാത്രമാണ് വർഗീയ വോട്ട്, ബാക്കിയെല്ലാം മതേതര വോട്ടാണ്. ഇത് പരോക്ഷമായി കേരളത്തിൽ വോട്ട് ജിഹാദിനെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നൊരു ന്യായമാണ് മതേതരം എന്ന് പറയുന്നത്. മതേതരം എന്നല്ല, വഖഫിനെ ലാൻഡ് ജിഹാദ് ബോർഡ് എന്ന് പറയണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ മതേതര വോട്ടുകൾ എന്ന പരിവേഷമിട്ട് ലേബലിട്ട് അവതരിപ്പിക്കുന്ന വോട്ട് ജിഹാദാണ്. കേരളത്തിലെ BJP ഇത് പരസ്യമായി പറയണം ഇനി മുതലെന്നാണ് നമുക്ക് പറയാം. BJP അത് പറയണം. പക്ഷേ ഇവിടെ CPM ഇരട്ടത്താപ്പ് കാണിക്കാറുണ്ട്. CPM പോയി ഈ മുസ്ലിം PDPയുടെ അബ്ദുൽ നാസർ മദനിയെ മുമ്പൊരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ കൊണ്ടു നടന്നതല്ലേ? അതെ, വോട്ട് ജിഹാദിന് വേണ്ടിയിട്ടല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ധ്രുവീകരിച്ച് മൊത്തത്തിൽ ഇങ്ങനെ കിട്ടുന്നൊരു വോട്ടാണ് ഈ വോട്ട് ചില മുസ്ലിം സംഘടനകളുടെ കയ്യിൽ നിന്ന്. കാരണം അത് മൊല്ലാക്കന്മാരൊക്കെ പറഞ്ഞാൽ മതി, അതുപോലെ ഇത് ചെയ്തോളും. ഖുത്ബ പ്രസംഗത്തിൽ വെള്ളിയാഴ്ചയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഈ സാധനം ഇങ്ങ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വോട്ട് ജിഹാദിന് വേണ്ടി CPM ശ്രമിച്ചതല്ലേ? അല്ല, സുരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യമുണ്ടേ, BJP സംസ്ഥാന അധ്യക്ഷൻ. അതായത് എന്തുകൊണ്ടാണ് ആരും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വിശ്വകർമ്മജരെ കാണാൻ പോകാത്തത്, ചെട്ടി സമുദായത്തെ കാണാൻ പോകാത്തത്, ഓർത്തഡോക്സ് സഭയെ പോയി കാണാത്തത്, യാക്കോബായ സഭയെ പോയി കാണാത്തത്, അല്ലെങ്കിൽ റോമൻ കാത്തലിക്സിനെ പോയി കാണാത്തത്? ആകെ പോയി കാണുന്നത് ആരെയാണ്? പാണക്കാട്ടാണ്. അതെ, കൊടപ്പനിക്കൽ തറവാട് മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെയാണ് മതേതരത്തിൻ്റെ കൊടിക്കൂറ പാറി നടക്കുന്നത്. വേണ്ടി വന്നാൽ ഇവിടെ പോകും, കാന്തപുരത്തെ കൂടെ കാണാൻ പോകും. അതെ, ഇപ്പോൾ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ടും വയനാട്ടിലും ഈ 2 സ്ഥലത്തും നടന്ന വോട്ട് ജിഹാദല്ലേ? അതെ, ചേലക്കരയിൽ 10,000 വോട്ട് കൂടുകയല്ലേ ചെയ്തത് BJPക്ക്? അത് വർഗീയതയാണ്. അത് വർഗീയ വോട്ടുകൾ, ഹിന്ദു വർഗീയ വോട്ടുകൾ BJP കിട്ടി. ബാക്കിയുള്ള മതേതര വോട്ടുകളാകെ ഇത് BJPക്കാർ പോലും ഈ മതേതര വോട്ടുകൾ എന്ന് പറയുന്നതാണ് ലജ്ജാവഹം. കഴിഞ്ഞോണം CPM വോട്ട് ജിഹാദിന് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ട് മതപ്രീണനം, ജയ് ഹിന്ദ് ഉണ്ടാക്കിയത് മുസ്ലിമാണെന്നുള്ള വ്യാജ പ്രചാരണം, അവസാനം വോട്ട് ജിഹാദ് നടന്നത് വടകരയിൽ. അതെ, വോട്ട് ജിഹാദ് എന്നുള്ള പ്രയോഗം പരമാവധി ഉപയോഗിക്കുക. നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ നമുക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഈ മറ്റ് വോട്ടുകൾ ഒരുമിച്ച് ചേർന്നു എന്ന് പറയാതെ വോട്ട് ജിഹാദ് നടന്നു, മതേതര വോട്ടുകൾ എന്ന ലെവലിൽ അവതരിപ്പിക്കുന്ന വോട്ട് ജിഹാദാണെന്നുള്ള ഈ വാക്ക് കാര്യമായി ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും, ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവും. വോട്ട് ജിഹാദ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഉടനീളം പയറ്റിയിരുന്നൊരു കാര്യം കൂടിയാണ്. തീർച്ചയായും. കാരണം വഖഫ് എന്ന് പറഞ്ഞൊരു സംഗതി ഇത്രയും ലാൻഡും എല്ലാം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതെ, ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ല. നെഹ്റുവിൻ്റെ പൈതൃകം വെച്ചിട്ടോ എന്തുകൊണ്ടോ ബാബറിൻ്റെ കുടീരം എപ്പോഴും പോയി കാണുന്നുണ്ടല്ലോ ആ വംശം, അതുകൊണ്ടോ മറ്റോ അങ്ങേര് ഉണ്ടാക്കി വെച്ചൊരു പരിപാടിയാണ്. സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയതും അങ്ങേര് തന്നെയാണ്. കേന്ദ്ര സംവിധാനം കൗൺസിൽ ഉണ്ടാക്കിയതും വഖഫ് കൗൺസിൽ ഉണ്ടാക്കിയതും നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയാണ്. എന്നിട്ട് അത് തുടർന്നുള്ള കാലത്ത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഒക്കെ കാലത്ത് വഖഫിൻ്റെ സ്വത്ത് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അത് ഉച്ചസ്ഥായിലേക്ക് പോയി. ആ 123 പ്രൈം പ്രോപ്പർട്ടീസ് ഡൽഹിയിലെ വഖഫിന് കൊടുത്തുകൊണ്ട് 4.5 ലക്ഷം ഏക്കറായിരുന്നത് 9 ലക്ഷം ഏക്കറാണ് ഇപ്പോൾ വഖഫ് ഇന്ത്യയിലുടനീളം. ഇങ്ങനെ മുസ്ലിം രാജ്യങ്ങളിൽ പോലും വഖഫ് പ്രോപ്പർട്ടി ഇല്ല. ഇവിടെ വന്ന എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് കുറേ പേര് പോയല്ലോ, ജിന്ന ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ. അവരുടെ സ്വത്തുക്കളൊക്കെ ഇവിടെ എനിമി പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പലായനം ചെയ്ത ഹിന്ദുവിൻ്റെതോ മുസ്ലിമുകൾക്ക് കൊടുത്തു. മാപ്പിള ലഹളയുടെ കാലത്ത് ഓടിപ്പോയ ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടിയോ ഇത് തന്നെ അതാണ് കയ്യേറിപ്പോയി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ഈ സത്യത്തിൽ എസ് ഗുപ്തൻ നായരുടെ കുടുംബം മാപ്പിള ലഹളക്കാലത്ത് ഓടിപ്പോയിരുന്ന കുടുംബം പലർക്കും അറിഞ്ഞുകൂടാത്തതാ. അങ്ങനത്തെ കുടുംബങ്ങളും ഉണ്ട്. അല്ലാതെ അവിടുത്തെ ഈ സാമൂതിരി കുടുംബവും കോട്ടക്കലിൽ നിന്നുള്ള തമ്പുരാക്കന്മാരും മാത്രമൊന്നുമല്ല ഓടിപ്പോന്നിരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ നമ്പൂരിമാരും മാത്രമൊന്നുമല്ല, ഗുപ്തൻ നായരുടെ കുടുംബവും അവിടുന്ന് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇത് വോട്ട് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സമയമാണെന്ന് BJP സംസ്ഥാന നേതൃത്വം തിരിച്ചറിയണം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.